ജൂൺ ഒരു പ്രത്യേക കടയിൽ നിന്നുമുള്ള കോഫി മാത്രമേ കുടിക്കുകയുള്ളൂ. അതും ഒത്തിരി ചൂടായിട്ടുമല്ല, ഒത്തിരി തണുത്തിട്ടുമല്ല. ഒരു മീഡിയം ടെമ്പറേച്ചറിലൊക്കെ വേണം അത് ഉണ്ടാക്കുവാൻ. സോ ആ ഒരു കടയിൽ ക്യൂ ഒക്കെ നിന്ന് കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഉൺഹോയ്ക്ക് ഇടയ്ക്കൊക്കെ നിന്നു പോകേണ്ടതായിട്ടൊക്കെ വരികയാണ്. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് ജൂണിനുള്ള കോഫിയൊക്കെ അവൻ കൊടുക്കുമ്പോഴത്തേക്കും ഒരു വാ കുടിച്ചതിന് ശേഷം അവളും അതൊക്കെ എടുത്ത് കളയുന്നു. ജിയോൺ ധൃതിയിൽ എവിടെയോ പോകുവാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഓൺഹോ അവളെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവളും ഓരോരോ സാധനം എടുക്കുവാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് എവിടെയൊക്കെ ഇടിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അവിടെ എല്ലാം ചെന്ന് ഇടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അവൾ ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കുമാണ് അവൾ ബാഗ് എടുത്തിട്ടില്ല എന്ന കാര്യമൊക്കെ ഓൺഹോയും ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് അവൾ ബാഗൊക്കെ എടുക്കുവാനായിട്ട് കയറുന്ന സമയത്ത് ഇനി ഡോറിനായിട്ട് കൂടി മുട്ടണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓൺഹോയും ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നു. പിറ്റേന്ന് ജിയോൺ മീറ്റിങ്ങിനൊക്കെ പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഉൻഹോ ഓരോ ആൾക്കാരെ സഹായിക്കുന്നതൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്ന സമയത്തും ഒരു മിഷനൊക്കെ കേടായതിനു ശേഷം അതൊക്കെ നന്നാക്കുന്ന ഉൻഹോനെയും അവൾ കാണുന്നു. അതിന്റെ പിറ്റേ ദിവസം കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉൻഹോ ബാക്കിയുള്ള എംപ്ലോയീസിന്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവൾ ശ്രദ്ധിക്കുകയാണ്. അതിന്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അവളുടെ റൂമിൽ ഒരുപാട് പ്ലാൻസും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാം തന്നെ ഇത്രയും നാൾ വാടിയിരിക്കുകയായിരുന്നെങ്കിലും ഇപ്പോൾ ഊൺഹോ എല്ലാം തന്നെ കൃത്യമായി തന്നെ ഫ്രഷ് ആയിട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജിയോണ് നിന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും നീ എപ്പോഴും സ്മൈൽ ചെയ്തിട്ടൊക്കെ വേണം നിൽക്കുവാന്ന് മിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഊൺഹോയും. എന്തായാലും ഊൺഹോ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനൊരു അപ്രീസിയേഷൻ പോലെ ഊൺഹോയുടെ മകളായിട്ടുള്ള ബ്യോളും അവന്റെ കയ്യിൽ ഒരു സീലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. സോഹ്യൂൺ ഒരു ബുക്ക് സ്റ്റാളിലൊക്കെ എത്തിയതിനു ശേഷം ഒളിച്ചും പാത്തും ഒക്കെ അവളുടെ ബുക്സ് ഒക്കെ ഏറ്റവും മുകളിലായിട്ടൊക്കെ എടുത്തു വെക്കുകയായിരുന്നു. ഇത് ഉൺഹോ കണ്ടിട്ട് അവളെ തടഞ്ഞതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നീ ഒരു എഴുത്തുകാരിയല്ലേ, നീ തന്നെ നിന്റെ എഴുത്തിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹോയും അവളുടെ ബുക്സ് എല്ലാം തന്നെ ഏറ്റവും ടോപ്പിലൊക്കെ എല്ലാവരും കാണുക തന്നെ വെക്കുകയാണ്. മാത്രമല്ല അതുവഴി ഒരു കുട്ടിയൊക്കെ വരുന്ന സമയത്ത് ആ കുട്ടിക്കും ഈ ഒരു ബുക്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നു. സ്യൂഹുണും ഒട്ടും തന്നെ അറിയപ്പെടാത്ത രീതിക്കുള്ള ഒരു റൈറ്റർ മാത്രമാണ്. അങ്ങനെ ഇരിക്കെ തനിക്കും ഇതുപോലെ ഒളിച്ചും പാത്തും മാത്രമേ ബുക്സ് ഒക്കെ വെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അവൾ പറയുമ്പോഴത്തേക്കും എന്റെ മകളായിട്ടുള്ള ബ്യോളിന് നിന്റെ ബുക്കുകൾ മാത്രമാണ് ഇഷ്ടമെന്നൊക്കെ ഓൺഹോ പറഞ്ഞുകൊണ്ട് സിഹുണിനെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും എന്നോട് ബ്യോൾ തന്നെ ആയിരുന്നു ഈ ഒരു ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ ബുക്കൊക്കെ സിഹുണും കാണിച്ചു കൊടുക്കുന്നു. സ്യൂഹണും ഓഫീസിലെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ബോസ് ഒഴികെ ഓഫീസിലുള്ള എല്ലാവരും എന്റെ അടുത്ത് നന്നായി തന്നെയാണ് പെരുമാറുന്നതെന്നൊക്കെ ഓൺഹോയും അറിയിക്കുന്നു. അപ്പോഴാണ് അവൻ ഏത് ബുക്കാണ് മേടിച്ചതെന്ന കാര്യമെല്ലാം തന്നെ സ്യൂഹണും ശ്രദ്ധിക്കുന്നത്. എങ്ങനെ ബോസിന്റെ സ്നേഹമൊക്കെ പിടിച്ചു പറ്റാമെന്ന രീതിക്കുള്ള ബുക്കൊക്കെ ആയിരുന്നു ഓൺഹോയുടെ കൈവശം ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ സ്യൂഹണും പറയുന്നു. ജിയോണും കുറെ നേരമായിട്ട് മിയനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ നമ്മൾ സെലിം ഗ്രൂപ്പ് എന്ന ഒരു കമ്പനിയെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കുവാനായിട്ടാണ് ജോൺ മിയയുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. നിനക്കൊരു കാര്യം അറിയാവോ, നിനക്ക് നിന്റെ ഹെൽത്തിനു വേണ്ടി മാത്രമാണ് ഉൻഫോൻ ഇവിടെ നിയമിച്ചിട്ടുള്ളത് പോലും. ഈ ഒരു ഓഫീസിലുള്ള നിനക്കൊഴികെയുള്ള എല്ലാവർക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്. ഓഫീസിലുള്ള എല്ലാവരും യേസ് പറയുമ്പോൾ നീ മാത്രം നോ പറയുകയാണെങ്കിൽ പ്രശ്നം നിനക്ക് മാത്രമാണ്. ഞാനല്ല, മറിച്ച് ഉൺഹോയാണ് നിന്റെ സെക്രട്ടറി. നിനക്ക് എന്തെങ്കിലും കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെങ്കിൽ എന്നോടല്ല, മറിച്ച് ഉൺഹോയോട് വേണം പറയുവാൻ. നീ അവനെ കണ്ടില്ല എന്നൊക്കെ നടിക്കുവാനായിട്ട് പോവുകയാണെങ്കിൽ നീ അങ്ങനെ ചെയ്തോ, പക്ഷെ നിനക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കുകയില്ല. നീ നിന്റെ ബ്രെയിനിനെ ഒരുപാട് വർക്കൊക്കെ ചെയ്യിപ്പിച്ച് ഒന്നും കൂടി ഹോസ്പിറ്റലിലൊക്കെ കയറ്, അപ്പോൾ മാത്രമേ നീയും നന്നാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിയയും ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിയൊക്കെ പോകുന്നു. ജിയോണും ഒരു ഫയലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളുടെ തല ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഉൺഹോ അവിടെ എത്തിയിട്ട് അവന്റെ കൈയൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അവളുടെ തല ഇടിക്കാതെയൊക്കെ അവള് രക്ഷപ്പെടുന്നു. അവൾ അത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഫയലൊക്കെ ഉൺഹോയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അവനും അത് ജിയോണിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവനുമായിട്ടൊന്ന് സംസാരിക്കാമെന്നൊക്കെ ജിയോണും തീരുമാനിക്കുകയാണ്. നീ ഇവിടെ നിന്ന് വെറുതെ നിന്റെ സമയമൊക്കെ കളയുകയാണ്, അതല്ലാതെ നിനക്ക് ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാകുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ജിയോൺ പറയുമ്പോഴത്തേക്കും നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടമില്ലാത്തതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനും സെക്രട്ടറി എന്ന രീതിക്ക് അതൊക്കെ മാറ്റിയിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറാണെന്ന് ഓൺഹോയും അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഹണ്ടർ എന്ന ഈ ഒരു ജോലിനെ കുറിച്ച് നിനക്ക് എന്താണ് അറിയാവുന്നതെന്ന് ജിയോൺ ചോദിക്കുമ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ജോലിനെ കുറിച്ചൊക്കെ അവളുടെ അടുത്ത് അവൻ കുറ്റമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ അവൻ ഓർത്തൊക്കെ നോക്കുന്നു. അന്ന് സംഭവിച്ചത് സംഭവിക്കുവാനായിട്ട് പാടില്ലാത്തതായിരുന്നു. അതിന് ഞാൻ നിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നു. പക്ഷേ എനിക്കിതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ ഒരു കമ്പനിയുടെ കൂടെ മുന്നോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറ് പോലുമാണ്. മാത്രമല്ല ഒരു സെക്രട്ടറി എന്ന രീതിക്ക് മാത്രം നീ എന്നെ ജഡ്ജ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ നിൽക്കുമ്പോഴത്തേക്കും അവളും അവന്റെ റെസ്യൂമൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചൊക്കെ നോക്കുന്നു.
അതില് അവന്റെ ഫാമിലി രജിസ്ട്രേഷനിൽ അവന്റെ മകളെക്കുറിച്ച് മാത്രമായിരുന്നു എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് ജിയോണ്. രാത്രി ബിയോൾ ഉറങ്ങിയതിനു ശേഷം ഹെഡ് ഹണ്ടർ എന്ന ജോലിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കുകയാണ് ഉൺഹോയും. പിറ്റേ ദിവസം എല്ലാവരും ഓഫീസിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഉൺഹോയും ഓഫീസിലെത്തുന്നു. അതിനുശേഷമായിരുന്നു ജിയോണും ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നത്. സോ അവളും അവളുടെ അടുത്തൊക്കെ വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഉൺഹോ ചെയ്തിട്ടുള്ളതൊക്കെ അവളും ശ്രദ്ധിക്കുകയാണ്. അവനും അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്കുള്ള കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് നടന്നു വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഷോർട്ട് കട്ടൊക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ ആയിട്ടുള്ള വഴിയിലൂടെ അവനും നടന്നു വരുന്നു. എങ്കിൽ പോലും ചൂടൊക്കെ ആറുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾക്കും കോഫി എത്തിച്ചു കൊടുക്കുവാനായിട്ട് അവന് സാധിക്കുന്നുണ്ട്. അവളും ഒരു പേപ്പറൊക്കെ തപ്പിയിട്ട് നിലത്തുണ്ടായിരുന്ന ഫയൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവളുടെ തല ഇടിക്കാതിരിക്കുവാനായിട്ടൊക്കെ ഉൺഹോയും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് അവൾ അവിടെ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ തന്നെ അവനും അവൾക്ക് ആവശ്യമുള്ള ഫയലൊക്കെ അവളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നു. അന്ന് രാത്രി തന്നെ അവനും അവിടെ മൊത്തത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടാക്കുന്നു. അതായത് അവളുടെ തല എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ പോലും അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത രീതിക്കുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അവനും എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാ തവണയും അവൾ ഡോർ തുറക്കുവാനായിട്ട് ശ്രമിക്കുന്നത് വെളിയിലേക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഡോർ ഉണ്ടായിരുന്നത് അകത്തേക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും അവൾ ഇതുപോലെ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് അബദ്ധങ്ങളൊക്കെ പറ്റാറുമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അതെല്ലാം തന്നെ മാറ്റിയിട്ട് വെളിയിലേക്ക് തുറക്കുവാൻ സാധിക്കുന്ന രീതിക്കൊക്കെ ഡോറും മാറ്റിയിരിക്കുന്നു. സോ അവൾക്കും ഈസി ആയിട്ടൊക്കെ വർക്കിന് പോകുവാനായിട്ട് സാധിക്കുകയാണ്. മാത്രമല്ല എല്ലാം കൊണ്ടും ഉൺഹോനെ സെക്രട്ടറി ആയിട്ടൊക്കെ അവളും തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് വർക്കിനൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും എംപ്ലോയീസിന് എല്ലാവർക്കും ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നു. സ്യൂഹണും നേരത്തെ എത്തിയിട്ട് അമ്മനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഉൺഹോയുടെ ഒപ്പം കുട്ടികൾ രണ്ടുപേരും കളിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അമ്മ വഴി സ്യൂഹണും അറിയുന്നു. സോ അവളും അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുട്ടികൾ ഉൺഹോയോടൊപ്പം കളിക്കുന്നതെല്ലാം തന്നെ അവളും ശ്രദ്ധിക്കുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്കും അവന്റെ അടുത്തുള്ള ഇഷ്ടമൊക്കെ കൂടുകയായിരുന്നു. പിന്നീട് അവർ എല്ലാവരും കൂടി ചേർന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഓൺ ഹോബിയോളിനെ എടുത്തിരിക്കുന്നതൊക്കെ സുഹണും ശ്രദ്ധിക്കുകയാണ്. ഞങ്ങൾ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും കളിച്ച സമയത്ത് ഓൺഹോ തോറ്റു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺഹോയ്ക്ക് എന്നെ എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് ബിയോളും അറിയിക്കുന്നു. ഇനി ജിയോണും തിരിച്ചു വീട്ടിലേക്കൊക്കെ എത്തുന്നു. അങ്ങനെ ഇരിക്കാണ് ഒരു സംഭവത്തെ കുറിച്ചൊക്കെ കാണിക്കുന്നത്. ഒരു ബിൽഡിങ്ങിന് തീപിടുത്തമൊക്കെ ഉണ്ടാവുകയായിരുന്നു. അന്ന് ജിയോണെ അച്ഛൻ രക്ഷിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒന്നും കൂടി ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകാമെന്നൊക്കെ അച്ഛനും തീരുമാനിക്കുന്നു. പക്ഷേ കുഞ്ഞായിരുന്നിട്ടുണ്ടായിരുന്ന ജിയോൺ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അവളുടെ വാക്കൊന്നും കേൾക്കാതെ അച്ഛനും തിരിച്ച് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്കൊക്കെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതൊക്കെ ഒരു ദുസ്വപ്നമായി കണ്ട് അവളും ഞെട്ടി എണീക്കുന്നു. അവളും അങ്ങനെ ഓഫീസിലേക്കൊക്കെ നടന്നു പോവുകയാണ്. ഈ ഒരു സമയത്ത് വഴിയിലൂടെ നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഉൺഹോയും അവളെ ശ്രദ്ധിക്കുന്നു. വഴിയിലൂടെ മുഴുവൻ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിലേക്കായിട്ട് ഒരു പൂവൊക്കെ വീണ സമയത്ത് അവളും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് കൂടി ഓർക്കുന്നു. അന്ന് അവളും അച്ഛനും കൂടി ചേർന്ന് ഒരു പാർക്കിലൊക്കെ ഇരിക്കുകയായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ചെറി ബ്ലോസം ഒക്കെ പൂത്ത് നിൽക്കുന്ന കാലമായിരുന്നു. ഇനിയും അച്ഛന്റെ കൂടെ ഇതേ സമയത്ത് ഇവിടെ ഇരിക്കണമെന്നൊക്കെ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് ഒരമ്മ പോലും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെയായിരുന്നു നീ വളർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഉറപ്പായിട്ടും ഒരുപാട് കാലം അവളുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് അച്ഛനും വാക്ക് നൽകുന്നു. നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കുന്നതായിരിക്കുകയില്ല. ഇനിയും നമുക്ക് ഒരുപാട് കാലം ഇതുപോലെ ഇവിടെ വന്നിരുന്നു കൊണ്ട് ചെറിയ ബ്ലോസം ഒക്കെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ ഓർക്കുന്ന അവളും അച്ഛൻ എന്തൊരു കള്ളനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നു പോവുകയാണ്. ഉൺഹോയും അവളെ നോക്കി തന്നെ നിൽക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.